രാവിലെ എണീറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴേ നമ്മുടെ ഒരു കുളത്തിൽ ഉണ്ടായി നിൽക്കുന്ന പൂവാണേ. അപ്പം അമ്മ നട്ടേക്കണ കേട്ടോ, ഇതൊക്കെ അമ്മയുടെ സെക്ഷനാണ് കേട്ടോ. അപ്പം അതൊന്നും പൂവിടാനായിട്ട് എടുത്തൂല കേട്ടോ, അതിങ്ങനെ നിൽക്കണ നല്ല ഭംഗിയുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്താട്ടോ. അതുപോലെ തന്നെ ഒരു വയലറ്റ് കളറിലുള്ള ആമ്പൽ പോലത്തെ ഒരു പൂവും കൂടെ ഉണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നെ ഒരു ദിവസം ഇടാം കേട്ടോ, ഉണ്ടാവുമ്പം. അതും മിക്ക ദിവസങ്ങളിൽ ഉണ്ടാവാറുണ്ട് കേട്ടോ. അങ്ങനെ ഇന്ന് അമ്മ മാത്രം കേട്ടോ പൂവിടാൻ വേണ്ടി ഇറങ്ങിയേക്കുന്നത്. കണ്ണനും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ആ അമ്പലം നിൽക്കുന്ന കുളത്തിനകത്ത് കുറേ മീനുകളുണ്ട്. അപ്പം അത് കാണാൻ വേണ്ടി കണ്ണൻ പോയി നിൽക്കണേ കേട്ടോ. പിന്നെ ഏട്ടനൊക്കെ കഴിഞ്ഞ ദിവസം വന്നപ്പം പൂ കുറെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് അമ്മ അതേ പൂവിടാൻ തുടങ്ങി. ഞാൻ നേരെ അടുക്കളയിലേക്കും കയറി കേട്ടോ. ഞാൻ നേരെ കാപ്പിയുടെ പരിപാടി നോക്കിയേ. അപ്പം ഉള്ളിക്കറി ആയിരുന്നു കേട്ടോ. അങ്ങനെ അപ്പം ഉള്ളിക്കറിയൊക്കെ സെറ്റാക്കി എടുത്ത് ചായയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അതേ പാത്രം കൂടെ കഴുകി വെച്ചേ. അപ്പോഴേക്കും അമ്മയുടെ പൂവിടിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മയും വന്നു, ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചു. പിന്നെ ഉച്ച കഴിഞ്ഞപ്പോൾ ഞാനും ഏട്ടനും കൂടെ ഓണക്കോടി എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. കണ്ണനെ കൊണ്ടുപോയില്ല കേട്ടോ. കണ്ണനെ കൊണ്ടുപോയാൽ പിന്നെ കണ്ണൻ്റെ പുറകെ ഓട്ടമായിരിക്കും, ഓണക്കോടി എടുക്കാനുള്ള സമയം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ഞാനും ഏട്ടനും കൂടെയാണ് കേട്ടോ ഇറങ്ങിയത്. ഇറങ്ങിയപ്പോൾ ഒരു 3 മണിയൊക്കെ ആയി. അന്നേരം കണ്ണൻ ഉറങ്ങുമായിരുന്നു. പിന്നെ അമ്മയുടെ അടുത്താക്കിയിട്ട് ഇറങ്ങിയതാണേ. അങ്ങനെ എല്ലായിടത്തും നല്ല തിരക്കായിരുന്നു കേട്ടോ. എല്ലാ കടയിലും നല്ല തിരക്കാണ്. ബില്ലടിക്കാനാണെങ്കിൽ കുറേ നേരം നിൽക്കേണ്ടി വന്നു കേട്ടോ. ഓണത്തിൻ്റെ തിരക്കായിരിക്കുമല്ലോ. അങ്ങനെ കുറേ കടകളിൽ കയറിയിട്ട് കേട്ടോ എല്ലാവർക്കും ഉള്ളത് എടുത്ത്, വീട്ടിലേക്കും എവിടേക്കും എല്ലാം എടുക്കണമല്ലോ. അപ്പം ഒരു കടയിൽ നിന്ന് എല്ലാവർക്കും ഉള്ളത് കിട്ടത്തില്ലല്ലോ. അങ്ങനെ പല പല കടകളിൽ കയറിയിട്ടാണ് കേട്ടോ എല്ലാവർക്കും ഉള്ളത് സെറ്റാക്കി എടുത്തത്. അപ്പോഴേക്കും സമയം സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ഉള്ളത് വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോന്നേ. വീട്ടിൽ വന്നിട്ട് ഞാനതെല്ലാം ഓരോരുത്തർക്കുള്ളത് സെറ്റാക്കി മാറ്റി മാറ്റി വെച്ചു കേട്ടോ. വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളതും പിന്നെ ഇവിടെ ഉള്ളതെല്ലാം മാറ്റി മാറ്റി കൂടിലേക്ക് ആക്കി വെച്ചു കേട്ടോ. പിന്നെ വൈകുന്നേരം അപ്പം ഞാൻ വീട്ടിലേക്ക് ഒന്ന് പോയേ. കാരണം അവിടെ നാളെ ഒരു അത്തപ്പൂക്കള മത്സരം ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് പൂവൊക്കെ ഒരുക്കാനും പിന്നെ വരച്ചിടാനൊക്കെ ആയിട്ട് വീട്ടിലേക്ക് പോയേ. പിന്നെ രാത്രിയായിട്ട് തിരിച്ച് വീട്ടിൽ